ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും നമ്മൾ ഹൈഡ് ആൻഡ് കില്ലാണ് കളിക്കാൻ പോണേട്ടാ. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ കൂടെ കളിക്കാനേ 7 ആൾക്കാരുണ്ട്. ഇവിടെ ഇപ്പോൾ ഡോറെമോനുണ്ട്, കമ്മലുണ്ട്, സ്ക്വിഡ് ഗെയിമിലെ ഡോളുണ്ട്. പിന്നെ ഈ പിങ്ക് ഡ്രസ് ഇട്ട ആളാരാ? ആ സ്ക്വിഡ് ഗെയിമിലുള്ള ആളാ. പിന്നെ ഷീവ, കിക്കോ, ഷിൻചാൻ. ഇത്രയും പേരാണ് നമ്മുടെ കൂടെ കളിക്കാനുള്ളത്. ടോട്ടൽ 7 ആൾക്കാരുണ്ട്. ഈ കളിയിലിപ്പോൾ ആരെ ജയിക്കാന്ന് നമുക്ക് നോക്കി നോക്കാം. ഈ കളിയിൽ ജയിക്കുന്നവർക്ക് സമ്മാനമുണ്ട്. അതെന്താന്ന് ഞാനിപ്പോൾ പറയണില്ല. അത് വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? എല്ലാവരും റെഡിയല്ലേ? ആ ഫ്രാങ്ക്ലിന് നമ്മളൊക്കെ എപ്പോഴേ റെഡിയാ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, പോയിട്ടേ 1000 വരെ എണ്ണ്. നമ്മൾ അപ്പോഴേക്കും പോയിട്ട് ഒളിച്ചിരിക്കാം. ആണോ? എന്നാ ശരി, ഞാൻ പോയിട്ടേ 1000 വരെ എണ്ണിക്കോളാം. നിങ്ങൾ പോയിട്ട് വിളിച്ചിരിക്കേ. അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ 1000 വരെ എണ്ണാം. 1, 2, 3, 4, 5. ഓക്കെ, ആ ഫ്രാങ്ക്ലിൻ അങ്ങനെ എണ്ണാൻ പോയി കണ്ടിട്ടാ. നമുക്കപ്പോ പോയിട്ടേ ഒളിച്ചിരിക്കാം. എവിടെ പോട്ടെ ഒളിച്ചിരിക്കുക? ഞാനിപ്പോ അതാ ആലോചിക്കണേ. എന്തൊട്ടായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ കയറി ഒളിച്ചിരിക്കാം. ഇവിടെ പിന്നെ പോലീസിന്റെ വണ്ടിയൊക്കെ ഉണ്ട്. ആ ഹലോ സാറേ, ഞാനിവിടെ ഒളിച്ചിരിക്കണ്ടേ. ഫ്രാങ്ക്ലിൻ വന്നാലേ ഞാനിവിടെ ഉള്ള കാര്യം പറയണ്ട. നമുക്കപ്പോ തൽക്കാലേ ഇവിടെ ഇങ്ങ് ഒളിച്ചിരിക്കാം. ഈ സ്ഥലം വലിയ കുഴപ്പമില്ല. ഓക്കെ, ഇനിയിപ്പോ ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് പോവാ. എനിക്ക് പിന്നെ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, അതുകൊണ്ട് ഒളിച്ചിരിക്കാനായിട്ട് ഇച്ചിരി പാടാ. എന്നെ ചിലപ്പോ സുഖമായിട്ട് കണ്ടുപിടിക്കേ. എന്നാലും നോക്കി നോക്കാം. അപ്പുറത്ത് പിന്നെ ഇഷ്ടം പോലെ റാമ്പുണ്ട്, നമുക്ക് അതിന്റെ മേലെ കയറിയാലോ. ഇവിടെ പിന്നെ ഒരു ടവർ ഉണ്ട്, തൽക്കാലം ഈ ടവറിന്റെ മേലെ കയറാം. ഈ സ്ഥലം വലിയ കുഴപ്പമൊന്നുമില്ല, എന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കില്ല എന്ന് വിചാരിക്കണു. പക്ഷെ പറയാൻ പറ്റില്ല, എന്നെ ആയിരിക്കും ആദ്യം കണ്ടുപിടിക്കുക. ഇനിയിപ്പോൾ ഞാൻ എങ്ങോട്ടേക്ക് പോവാ? ഞാൻ ആദ്യം വിചാരിച്ചത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒളിച്ചിരിക്കാന്നാ. ആ ഷിൻചാൻ പക്ഷെ അങ്ങോട്ടേക്ക് കയറി. നമുക്കപ്പോൾ വേറെ വല്ല സ്ഥലം നോക്കാം. ഇത് പിന്നെ അത്യാവശ്യത്തിന് വലിയൊരു സിറ്റിയാ. ഇവിടെ ഒളിച്ചിരിക്കാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടാവും. ഗൈസ്, ഞാനിവിടെ എയർപോർട്ടിൽ വന്നേക്കാ. എയർപോർട്ടിൽ പിന്നെ ഈ ഒരു ബിൽഡിംഗ് ഇല്ലേ, ഈ ബിൽഡിങ്ങിന്റെ മേലെ നമുക്ക് ഒളിച്ചിരിക്കാം. ഈ സ്ഥലം വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇവിടെ ഇങ്ങ് നിൽക്കാം. ഇനിയിപ്പോ അടുത്തത് ഞാനാ. എനിക്ക് പിന്നെ എവിടെ ഒളിച്ചിരിക്കണ്ടെന്ന് നന്നായിട്ട് അറിയാം. ഞാൻ പിന്നെ നേരത്തെ ഒരു സ്ഥലം കണ്ടുപിടിച്ചു, നമുക്കപ്പോ അങ്ങോട്ടേക്ക് പോവാം. ഗൈസ്, ഇത് കണ്ടില്ലേ? ഇവിടെ ഒരു ജുറാസിക് പാർക്ക് ഉണ്ട്, നമുക്കപ്പോ ഇതിനകത്ത് കയറാം. ഇവിടെ പിന്നെ ഡൈനോസർ ഒന്നും ഉണ്ടാവില്ല ഏട്ടാ. അതിപ്പോ ഏതായാലും നല്ല കാര്യ. നമുക്കപ്പോ ഒരു കാര്യം ചെയ്യാം, ഈ മരത്തിന്റെ പിന്നിൽ ഒളിച്ചിരിക്കാം. ഈ സ്ഥലം വലിയ കുഴപ്പമില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് പോയിട്ട് ഒളിച്ചിരിക്കാം ട്ടാ. എനിക്കും എവിടെ ഒളിച്ചിരിക്കേണ്ടതെന്ന് നന്നായിട്ട് അറിയാം. ഞാനും ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഞാനേ ഫ്രാങ്ക്ലിൻ്റെ പഴയ വീട്ടിലേക്ക് വന്നേക്കാ. നമുക്കപ്പോൾ ഇവിടെ ഇങ്ങ് ഒളിച്ചിരിക്കാം. ഇവിടെ പിന്നെ അടുക്കളയൊക്കെ ഉണ്ട്. നമുക്ക് അടുക്കളയിൽ ഒളിച്ചിരിക്കാം. ഇവിടെ ഇങ്ങ് നിൽക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് പോവാം. ഞാൻ പിന്നെ നേരത്തെ ഒരു കാർ ഷോറൂം കണ്ടു. നമുക്കപ്പോൾ അങ്ങോട്ട് പോയി നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് ആ കാർ ഷോറൂം. ഇതെന്തത്? ഷോറൂമിലെ വണ്ടികളൊന്നും ഇല്ല. എന്തെങ്കിലും ആവട്ടെ, നമുക്കിനി മേലേക്ക് കയറി പോവാം. നമുക്ക് ഇവിടെ ഒളിച്ചിരിക്കാം. ഈ സ്ഥലം വലിയ കുഴപ്പമൊന്നുമില്ല ഏട്ടാ. നമുക്കപ്പോൾ ഇവിടെ നിൽക്കാം. അയ്യോ, ഇനിയിപ്പോ ഞാനും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. നമുക്കും കൂടി പോയിട്ട് ഒളിച്ചിരിക്കാം. നമുക്കേ ഈ വീട്ടിൽ ഒളിച്ചിരിക്കാട്ടാ. എനിക്ക് അധികം ദൂരമൊന്നും ഓടാൻ വയ്യ. നമുക്കപ്പോ തൽക്കാലം ഇവിടെ അങ്ങ് നിൽക്കാം. 998, 999, 1000. ഓക്കെ, ഇവിടെ ഞാനേ 1000 വരെ എണ്ണേക്കാ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, എല്ലാവരും കണ്ടുപിടിക്കാം, എന്നിട്ട് അവരെങ്ങ് തീർത്തളയാം. നമുക്കപ്പോൾ ആദ്യേ ഈ വീട്ടിൽ കയറി നോക്കി നോക്കാം കേട്ടാ. നമ്മുടെ സ്വന്തം വീട്ടിൽ കയറി നോക്കി നോക്കാം. ഇവിടെ ചിലപ്പോൾ ആരെങ്കിലും ഒളിച്ചിരിക്കണ്ടാവും. ഇവിടെ ഇപ്പോൾ ഹാളിൽ എനിക്കാരെങ്കിലും കാണാനില്ല. ചിലപ്പോൾ ഈ ഭാഗത്ത് ഉണ്ടാവും കേട്ടാ.
അല്ലെങ്കിൽ മേലെ കയറി നോക്കി നോക്കാം. ഒരു മിനിറ്റ്. ആ ഇത് നമ്മുടെ ഡോറേമോനല്ലേ? നീ ഇവിടെ നിൽക്കണ്ടായിരുന്നാ? ചാവടങ്ങോട്ട് ചാവ്. നമ്മളപ്പോൾ ഫസ്റ്റ് ഡോറേമോനെ കണ്ടുപിടിച്ചേ. അവനിങ്ങ് തീർത്തളഞ്ഞു. എന്നാലും നമുക്ക് ജസ്റ്റ് മേലെ കയറി നോക്കി നോക്കാം. ചിലപ്പോൾ മേലെയും ആരെങ്കിലും ഒളിച്ചിരിക്കണ്ടാവും. ഇവിടെ പിന്നെ ജിമ്മൊക്കെ ഉണ്ട്. ഏയ് ഇവിടെ എനിക്ക് ആരെയും കാണാനില്ല. മേലെ ആരും ഒളിച്ചിരിക്കണില്ല. എന്നാ പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ബാക്കി സ്ഥലത്തും നോക്കി നോക്കാം. ഇവിടെ പിന്നെ നമ്മുടെ സിറ്റിയിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. മുമ്പിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടാവും ട്ടാ. പറയാൻ പറ്റില്ല. എന്നിട്ടായാലും നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി നോക്കി നോക്കാം. ഇതെന്തത്? ഇവിടെ പോലീസുകാരൊന്നും ഇല്ലല്ലോ. ഇവരൊക്കെ എങ്ങോട്ടേക്കാണോ പോയേ? എന്തെങ്കിലും ആവട്ടെ. നമുക്കപ്പോൾ അകത്ത് കയറി നോക്കി നോക്കാം. ഇവിടെ പിന്നെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. എടാ ഷിൻചാനെ, നീ ഇവിടെ നിൽക്കണ്ടായിരുന്നാ? എന്നാ പിന്നെ നിന്നും കൂടി കൊന്നളയാം. ചാവടങ്ങോട്ട്. അങ്ങനെ അതിൻ്റെ കാര്യത്തിലും തീരുമാനമായി. മേലെ ആരെങ്കിലും വിളിച്ചിരിക്കണ്ട? ഏയ് മേലെ എനിക്ക് ആരെയും കാണാനില്ല. ഫുള്ള് കാലിയാ. എൻ്റെ അമ്മച്ചിയെ നൈസായിട്ട് തലയിടിച്ചു വീണു. സീനില്ല. ഓക്കെ, ഇവിടെ ഞാൻ എയർപോർട്ടിൽ വന്നേക്കാ. എയർപോർട്ടിൽ പിന്നെ ഈ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇതിൻ്റെ മേലെ ആരെങ്കിലും ഒളിച്ചിരിക്കണ്ട? ഇവിടെ പിന്നെ ശിവ നിൽക്കുന്നുണ്ട്. നമുക്കപ്പോൾ ഇവനും കൂടി കൊന്നളയാം. ഇതെന്തത്? അവൻ്റെ കയ്യിൽ ഗണ്ണൊക്കെ ഉണ്ടായിരുന്നു ട്ടാ. അവൻ പക്ഷെ നമ്മളെ വെടിയിക്കില്ല. അതിന് മുന്നേ തന്നെ അവനെ വെടിയിച്ച് കൊന്നു. ഇവിടെ പിന്നെ എൻ്റെ പഴയ വീടുണ്ട്. നമുക്കപ്പോൾ ഇവിടെ കയറി നോക്കി നോക്കാം. ഇവിടെ ആരെങ്കിലും ഒളിച്ചിരിക്കണ്ടാവും. ഈ റൂം കാലിയാ. ഇവിടെ ആരുമില്ല. എന്നാ പിന്നെ നമുക്ക് മേലെ കയറി നോക്കി നോക്കാം. ഇവിടെ പിന്നെ അടുക്കളയുണ്ട്. എടാ കിക്കോ, നീ ആയിരുന്നാ? നീ ഇവിടെ നിൽക്കണ്ടായിരുന്നാ? എന്നാ പിന്നെ നീയും കൂടി ചാവ്. അങ്ങനെ അവൻ്റെ കാര്യത്തിലും തീരുമാനമായി. ഇവിടെ ബാത്റൂമിൽ ആരെങ്കിലും ഉണ്ടാ? ബാത്റൂമിൽ ആരുമില്ല. എന്നാ പിന്നെ ഗ്യാരേജിലുണ്ടാവോ? ഇവിടെയും ആരും നിൽക്കണില്ല. ഈ വീടപ്പോൾ ഞാൻ മൊത്തത്തിൽ സെർച്ച് ചെയ്തു. ഇവിടെ കിക്കോ മാത്രമുള്ളോ? ഗൈസ്, നമ്മളങ്ങനെ 4 പേരെ കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ 3 പേരും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതിലിപ്പോൾ 2 പേരെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ലാസ്റ്റത്തെ ആൾ ജയിക്കും. ഇവിടെ പിന്നെ ജുറാസിക് പാർക്ക് ഉണ്ട്. നമുക്കപ്പോൾ ഇവിടെയും കയറി നോക്കി നോക്കാം. ഈ ജുറാസിക് പാർക്ക് പിന്നെ വലിയൊരു സ്ഥലമാണ്. ഇവിടെ ആരെങ്കിലും ഒളിച്ചിരുന്നാലേ അവരെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരിക്കും. എന്നാലും കുഴപ്പമില്ല. നമുക്ക് സമയമെടുത്ത് എല്ലാവരും കണ്ടുപിടിക്കാം. ആരിപ്പോൾ ഏത് മുക്കിൽ പോയിട്ട് ഒളിച്ചിരുന്നാലും ഞാൻ അവരെ കണ്ടുപിടിക്കും. അല്ല, ഇവിടെ ആരും നിൽക്കണ്ടല്ലോ. ഇത് പിന്നെ കമ്മലല്ലേ? നമുക്കപ്പോൾ ഇതിനെ വണ്ടി ഇടിച്ച് കൊല്ലാം. സൈക്കിള് കയറ്റി കൊല്ലാം. ഇതെന്താ ചാവാത്ത? സൈക്കിളായതുകൊണ്ടാവും ഇത് ചാവാത്ത. ചാവടെ ഇങ്ങോട്ട് ചാവ്. അങ്ങനെ അതിൻ്റെ കാര്യത്തിലും തീരുമാനമായി. നമ്മൾ സൈക്കിള് കയറ്റി പോകുന്നു. വെപ്പൺസ് ഒന്നും വേണ്ടി വന്നില്ല. ഇനിയിപ്പോൾ 2 പേരും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ആ 2 പേരും പക്ഷേ സ്ക്വിഡ് ഗെയിമിലത്തെ ആൾക്കാരാ. ഒരെണ്ണം സ്ക്വിഡ് ഗെയിമിലത്തെ ഡോള്, ആ വലിയ സാധനം. പിന്നെ ആ ബോഡിഗാർഡാന്ന് തോന്നുന്നുണ്ട്, ആ പിങ്ക് ഡ്രസ് ഇട്ട ആള്. ആ 2 പേരും മാത്രമേ ബാക്കിയുള്ളൂ. നമുക്കപ്പോൾ അവരും കൂടി കണ്ടുപിടിക്കാം. ഒരാളെന്നെ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ പിന്നെ ഞാൻ വില്ലേജിൽ വന്നേക്കാ. വില്ലേജിൽ എനിക്ക് ആരെയും കാണാനില്ല. എന്നാൽ പിന്നെ നമുക്ക് കാർ ഷോറൂമിൽ പോവാം. ഓക്കെ, നമ്മളങ്ങനെ കാർ ഷോറൂമിൽ വന്നേക്കാണ്. ഹലോ, എനിബഡി ഹിയർ? ഇവിടെ എനിക്ക് ഒരാളിനെയും കാണാനില്ല ഏട്ടാ. വണ്ടികൾ പോലും കാണാനില്ല. ഇവിടെ ഒരാൾ നിൽക്കണ്ടല്ലോ. ഇതാ സ്ക്വിഡ് ഗെയിമിലത്തെ ആളാ, മറ്റേ ബോഡി ഗാർഡ്. അയാളെയും കൂടിയും നമ്മളങ്ങനെ കൊന്നളഞ്ഞു. ഇനിയിപ്പോൾ ഒരാളും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അത് സ്ക്വിഡ് ഗെയിമിലത്തെ ഡോളാ. അതിൻ്റെ അർത്ഥം സ്ക്വിഡ് ഗെയിമിലത്തെ ഡോളാണ് ഈ കളിയിൽ ജയിച്ചേ. ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ കളി അങ്ങനെ കഴിഞ്ഞേക്കാണ് കേട്ടാ. നമ്മുടെ സ്ക്വിഡ് ഗെയിമിലത്തെ ഡോളാണ് ഈ കളിയിൽ ജയിച്ചേ. അപ്പോൾ കൺഗ്രാജുലേഷൻസ്. ജയിക്കുന്നവർക്ക് പിന്നെ സമ്മാനമുണ്ട്. അത് ദേ ഈ കാണുന്ന കാറാണ്.
ഇത് പിന്നെ ഏതാ കാറെന്ന് കുറെ പേർക്ക് മനസ്സിലായിണ്ടോ? ഇതിന്റെ ബാക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതാ മറ്റേ നിസാൻ GTR സ്കൈലൈനാ. സംഭവം നൈസ് കാറാണ് ട്ടാ, ഒരു രക്ഷയില്ല. പക്ഷേ ഈ സ്ക്വിഡ് ഗെയിമിലത്തെ ഡോളിന് ഓടിക്കാൻ പറ്റുമോ? ഈ കാറ് ഭയങ്കര ചെറുതാണ്. ആ ഫ്രാങ്ക്ലിന് അതൊന്നും കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഓടിച്ചോളാം. ഗൈസ്, ഇത് കണ്ടില്ലേ, എനിക്കിവിടെ ഒരു സൂപ്പർ കാർ കിട്ടി. അതും ഒരു ലെജൻഡറി കാറാ, നിസാൻ GTR സ്കൈലൈൻ. എനിക്ക് പിന്നെ ഈ കാറേ ഭയങ്കര ഇഷ്ടായി, ഒരു രക്ഷയില്ല. ഓക്കെ, അപ്പോ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തൊരു ചാനൽ കൂടി സബ് ചെയ്യുക, അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.